ഭൂമി തകർന്നാൽ നിങ്ങൾക്ക് പോകാൻ ഇവിടം മാത്രമേ ഉണ്ടാകൂ. നമുക്കറിയാവുന്ന ഭൂമി എന്നും ഇതുപോലെ മനോഹരമായ ഒരു ഗ്രഹമായി തുടരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലഭ്യമായ കണക്കുകൾ പ്രകാരം ഭൂമിയുടെ ആവാസയോഗ്യമായ മേഖലയുടെ ആയുസ് 7.79 ബില്യൺ വർഷമാണ്. നിലവിൽ ഭൂമിക്ക് ഏകദേശം 4.5 ബില്യൺ വർഷം പഴക്കമുണ്ട്. അതായത് 1.75 മുതൽ 3.25 ബില്യൺ വർഷം കൂടി ഭൂമി വാസയോഗ്യമായി തുടരുമെന്നർത്ഥം. അതിനുശേഷം എന്ത്? ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യരെവിടേക്ക് പോകും? ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ശാസ്ത്രജ്ഞന്മാർ സൗരയുദ്ധത്തിന് അകത്തും പുറത്തും ഭൂമിക്ക് സമാനമായ മറ്റ് ഗ്രഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം വെച്ച് മറ്റൊരു നക്ഷത്രത്തിന്റെ ചുറ്റും പരിക്രമണം നടത്തുന്ന ജീവൻ നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായ ജനസാന്നിധ്യം ഉണ്ടാകുവാനുള്ള സാഹചര്യമുള്ള ആവാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്തുവാനാണ് അവർ ശ്രമിച്ചത്. അത്തരത്തിൽ ഭൂമിക്ക് ബദലായി മാറാൻ കഴിയുന്ന എക്സോ പ്ലാനറ്റുകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് 10 മലയാളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്പർ 10, ഗ്ലീസ 667cc. ഭൂമിയിൽ നിന്നും 23.62 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്ലീസ 667cc ആണ് ഈ ലിസ്റ്റിലെ ആദ്യ എക്സോപ്ലാനറ്റ്. 2011 ചിലിയിലെ യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയുടെ 3.6 മീറ്റർ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ ഗ്രഹം കണ്ടെത്തിയത്. ഗ്ലീസെ 667a, ഗ്ലീസെ 667b ആൻഡ് ഗ്ലീസെ 667c എന്നിങ്ങനെയുള്ള ഒരു ട്രൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ ഗ്രഹം. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയുടെ കാൽക്കുലേഷൻ പ്രകാരം ഭൂമിയേക്കാൾ 4.5 മടങ്ങ് മാസമുള്ള ഗ്രഹമാണ് ഗ്ലീസെ 667cc. ഗ്ലീസെ 667cc അതിന്റെ ആതിഥേയ നക്ഷത്രത്തിനു ചുറ്റും 28 ദിവസത്തിനുള്ളിലാണ് ഒരു ഭ്രമണപഥം പൂർത്തിയാക്കുന്നത്. അതായത് ഗ്ലീസെ 667cc-യിലെ ഒരു വർഷത്തിന്റെ ദൈർഘ്യം വെറും 28 ഭൗമദിനങ്ങൾക്ക് തുല്യമാണ്. ഈ ഗ്രഹത്തിന്റെ ആതിഥേയ നക്ഷത്രം സൂര്യനേക്കാൾ വളരെ തണുപ്പുള്ള ഒരു ചുവന്ന കുള്ളനാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സോ പ്ലാനറ്റ് വാസയോഗ്യമായ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കരുതപ്പെടുന്നത്. നമ്പർ 9, കെപ്ലർ 22b. 2011 തന്നെ കണ്ടെത്തിയ കെപ്ലർ 22b എന്ന ഗ്രഹമാണ് അടുത്തത്. നാസയുടെ കെപ്ലർ ബഹിരാകാശ ദൂരദർശിനിയാണ് കെപ്ലർ 22b കണ്ടെത്തിയത്. ഭൂമിയിൽ നിന്നും ഏകദേശം 600 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിന്റെ ആതിഥേയ നക്ഷത്രം കെപ്ലർ 22 എന്ന ജി ടൈപ്പ് മെയിൻ സീക്വൻസ് സ്റ്റാർ ആണ്. കെപ്ലർ 22ന്റെ വാസയോഗ്യമായ മേഖലയിൽ കണ്ടെത്തിയ ആദ്യത്തെ കെപ്ലർ ഗ്രഹമാണ് കെപ്ലർ 22b. ഭൂമിയേക്കാൾ 2.4 മടങ്ങ് വലിപ്പമുണ്ട് കെപ്ലർ 22bക്ക്. ആതിഥേയ നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നതെന്നൊഴികെ പാറകളാണോ ദ്രാവകമാണോ വാതകമാണോ ഈ ഗ്രഹത്തിൽ കാണപ്പെടുന്നതെന്ന് വ്യക്തമല്ല. സ്വന്തം നക്ഷത്രത്തിന് ചുറ്റും ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ ഈ ഗ്രഹത്തിന് വേണ്ടത് ഏകദേശം 290 ഭൗമദിനങ്ങളാണ്. നമ്പർ 8, കെപ്ലർ 69c. നാസയുടെ കെപ്ലർ ബഹിരാകാശ ദൂരദർശിനി 2013 ഏപ്രിലിലാണ് കെപ്ലർ 69c എന്ന ഭൂമിക്ക് സമാനമായ ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. ഏകദേശം 2700 പ്രകാശവർഷം അകലെയുള്ള കെപ്ലർ 69cക്ക് ഭൂമിയേക്കാൾ 70% വലിപ്പമുണ്ട്. സൂര്യന് സമാനമായ ജി ടൈപ്പ് നക്ഷത്രമായ കെപ്ലർ 69ന് ചുറ്റുമാണ് ഈ ഗ്രഹം വലയം വെക്കുന്നത്. 242 ഭൗമദിനങ്ങളാണ് ആതിഥേയ നക്ഷത്രത്തിന് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഈ ഗ്രഹം എടുക്കുന്ന സമയം. സൗരയൂഥത്തിലെ സ്ഥാനവുമായി കെപ്ലർ 69cയുടെ സ്ഥാനം താരതമ്യം ചെയ്താൽ അത് ശുക്രന്റെ സ്ഥാനവുമായി താരതമ്യം ചെയ്യാൻ കഴിയും. കെപ്ലർ 69cയുടെ ആതിഥേയ നക്ഷത്രം സൂര്യനേക്കാൾ 80% പ്രകാശമുള്ളതാണ്. അതിനാൽ ഗ്രഹം വാസയോഗ്യമായ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ശാസ്ത്രലോകം കണക്കാക്കിയിരിക്കുന്നത്. നമ്പർ 7, കെപ്ലർ 62f. ലൈറ നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന കെപ്ലർ 62 നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു എക്സോ പ്ലാനറ്റാണ് കെപ്ലർ 62f. കെപ്ലർ 62 എന്ന നക്ഷത്രം കെ ടൈപ്പ് കുള്ളൻ നക്ഷത്രമാണ്. അത് സൂചിപ്പിക്കുന്നത് കെപ്ലർ 62 നമ്മുടെ സൂര്യനേക്കാൾ തണുത്തതും ചെറുതുമാണെന്നാണ്. കെപ്ലർ 62f ഏകദേശം 1200 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നാസയുടെ കണക്കനുസരിച്ച് ഈ ഗ്രഹത്തിന് ഭൂമിയേക്കാൾ 40% വലിപ്പമുണ്ട്. കെപ്ലർ 62f അതിന്റെ നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നതുകൊണ്ട് തന്നെയാണ് ആ ഗ്രഹത്തിനെ ഭൂമിക്കൊരു പകരക്കാരനായി കരുതുവാൻ പ്രധാന കാരണം. കെപ്ലർ 62fന്റെ ഒരു വർഷം 267 ഭൗമദിനങ്ങളാണ്. സൗരയൂഥത്തിലെ ചൊവ്വാഗ്രഹത്തിലെ ഒരു വർഷത്തിനേറെക്കുറെ സമാനമാണ് കെപ്ലർ 62fലെ ഒരു വർഷം. നമ്പർ 6, കെപ്ലർ 186f. ഭൂമിയുടെ ഏകദേശം വലിപ്പമുള്ളതും
ഭൂമിയിൽ നിന്നും ഏകദേശം 500 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു എക്സോ പ്ലാനറ്റാണ് കെപ്ലർ 186f. സിഗ്നസ് നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന കെപ്ലർ 186 എന്ന ചുവന്ന കുള്ളൻ മാതൃനക്ഷത്രത്തിന് ചുറ്റുമാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത്. ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ നമ്മുടെ സൂര്യനേക്കാൾ ചെറുതും തണുപ്പുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിന്റെ 1/3 മാത്രമേ കെപ്ലർ 186fന് അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ. നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിലാണ് ഗ്രഹം കാണപ്പെടുന്നത്. 2014 കെപ്ലർ 186f ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. കെപ്ലർ 186fലെ ഒരു വർഷം ഏകദേശം 130 ഭൗമദിനങ്ങൾക്ക് തുല്യമാണ്. നമ്പർ 5 കെപ്ലർ 442b. ഭൂമിയിൽ നിന്നും 1194 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന കെപ്ലർ 442 കണ്ടെത്തിയത് 2015 ഭൂമിയേക്കാൾ 33% വലിപ്പമുള്ള ഈ ഗ്രഹത്തിന്റെ മാതൃനക്ഷത്രം കെപ്ലർ 442 ആണ്. അത് ഒരു കെ ടൈപ്പ് കുള്ളൻ നക്ഷത്രമാണ്. നമ്മുടെ സൂര്യനേക്കാൾ അല്പം ചെറുതും ചൂട് കുറഞ്ഞതുമായ നക്ഷത്രമാണ് കെപ്ലർ 442. 112 ദിവസമാണ് ഈ ഗ്രഹം അതിന്റെ മാതൃനക്ഷത്രത്തെ വലയം വയ്ക്കുവാൻ എടുക്കുന്ന സമയം. നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിലാണ് ഗ്രഹം കാണപ്പെടുന്നത്. കെപ്ലർ 442b ലൈറ നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്സോ പ്ലാനറ്റാണ്. നാസയുടെ കെപ്ലർ ബഹിരാകാശ പേടകമാണ് ഈ ഗ്രഹം കണ്ടെത്തിയത്. നമ്പർ 4 കെപ്ലർ 452b. 2015 കണ്ടുപിടിച്ച ഈ ഗ്രഹം ഭൂമിയിൽ നിന്നും 1400 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നാസ കണ്ടെത്തിയ എക്സോ പ്ലാനറ്റുകളുടെ കൂട്ടത്തിൽ സൂര്യന്റെ വലിപ്പമുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്നതും അതുപോലെ തന്നെ ഭൂമിയേക്കാൾ ഏറ്റവും വലിപ്പമുള്ളതുമായ ആദ്യ ഗ്രഹമാണ് കെപ്ലർ 452b. കെപ്ലർ 452b ഭൂമിയേക്കാൾ 60% വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മാതൃനക്ഷത്രമായ കെപ്ലർ 452 സൂര്യനേക്കാൾ 10% വലുതാണ്. ഭൂമിയുമായി സാമ്യമുള്ളതിനാൽ കെപ്ലർ 452bയെ ഭൂമിയുടെ കസിൻ അല്ലെങ്കിൽ എർത്ത് 2.0 എന്നും വിളിക്കാറുണ്ട്. വാസയോഗ്യമായ മേഖലയിൽ അതിന്റെ നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു പാറക്കെട്ടുള്ള എക്സോ പ്ലാനറ്റാണ് കെപ്ലർ 452b. ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുവാനെടുക്കുന്നതിനേക്കാൾ 20 ദിവസം അധികമാണ് കെപ്ലർ 452b എന്ന ഈ ഗ്രഹം അതിന്റെ മാതൃനക്ഷത്രത്തിനെ പരിക്രമണം ചെയ്യാനെടുക്കുന്നത്. നമ്പർ 3 കെപ്ലർ 1649c. കെപ്ലർ 1649c ആണ് ഈ ലിസ്റ്റിലെ അടുത്ത എർത്ത് ലൈക്ക് പ്ലാനറ്റ്. 2020 നാസയുടെ കെപ്ലർ ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്നുള്ള വിവരങ്ങൾ വീണ്ടും വിശകലനം ചെയ്തപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർ കെപ്ലർ 1649c എന്ന ഈ എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത്. കെപ്ലർ 1649c ഭൂമിയിൽ നിന്നും 300 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന കുള്ളൻ നക്ഷത്രമായ കെപ്ലർ 1649ന്റെ വാസയോഗ്യമായ മേഖലയിലൂടെ നക്ഷത്രത്തിന്റെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹമാണിത്. ഭൂമിയുടെ ഇതിന് സമാനമായ വലിപ്പമുള്ള പാറക്കെട്ടുകളുള്ള ഒരു ഗ്രഹമാണിത്. വെറും 20 ദിവസം മാത്രമാണ് ഈ ഗ്രഹത്തിന്റെ ഒരു വർഷം. അതായത് വെറും 20 ദിവസം കൊണ്ട് ഈ ഗ്രഹം അതിന്റെ മാതൃനക്ഷത്രമായ കെപ്ലർ 1649നെ പരിക്രമണം ചെയ്യും. അതുപോലെ തന്നെ ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്ന പ്രകാശത്തിന്റെ 75% പ്രകാശമാണ് കെപ്ലർ 1649cക്ക് അതിന്റെ മാതൃനക്ഷത്രമായ കെപ്ലർ 1649ൽ നിന്നും ലഭിക്കുന്നത്. ദൂരദർശിനിയിൽ നിന്നുള്ള പ്രാഥമിക വിവരശേഖരണത്തിനിടെ ഒരു കമ്പ്യൂട്ടർ ആൽഗോരിതത്തിനുണ്ടായ പിഴവ് മൂലമാണ് കെപ്ലർ 1649cയെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയാതെ പോയതിന്റെ കാരണം. നമ്പർ 2 പ്രോക്സിമ സെന്റോറി ബി. നാസ എക്സോ പ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ കണ്ടെത്തലുകൾ അനുസരിച്ച് ഭൂമിയിൽ നിന്നും വെറും 4 പ്രകാശവർഷം അകലെയാണ് പ്രോക്സിമ സെന്റോറി ബി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോക്സിമ സെന്റോറി ബി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റായി മാറുന്നു. 2016 കണ്ടെത്തിയ ഈ എക്സോ പ്ലാനറ്റിന് ഭൂമിയുടെ ഇതിന്റെ 1.27 മടങ്ങ് മാസുണ്ട്. എക്സോ പ്ലാനറ്റിനെ അതിന്റെ നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയുടെ വാസയോഗ്യമായ മേഖലയിലാണ് കണ്ടെത്തിയത്. പ്രോക്സിമ സെന്റോറി ബി അതിന്റെ മാതൃനക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയുടെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോക്സിമ സെന്റോറി ബിയുടെ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 11.2 ഭൗമദിനങ്ങൾ മാത്രമാണ്. നമ്പർ 1 ട്രാപ്പിസ്റ്റ് 1e. ഒരു നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രത്തെ ചുറ്റുന്നത്. സൂര്യന് ചുറ്റും 8 ഗ്രഹങ്ങൾ പരിക്രമണം ചെയ്യുന്നത് പോലെ 7 ഗ്രഹങ്ങളാണ് ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത്. ഈ ഭൂരിഭാഗം ഗ്രഹങ്ങളിലെയും വാട്ടർ സിസ്റ്റത്തിന്റെ രൂപീകരണത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് ബാഷ്പീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് space.com റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും 2018 ഒരു പഠനത്തിൽ
ഈ ഗ്രഹങ്ങളിൽ ചിലതിന് ഭൂമിയുടെ സമുദ്രങ്ങളെക്കാൾ കൂടുതൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കണ്ടെത്തി. ഈ 7 ഗ്രഹങ്ങളിൽ ഒന്നായ ട്രാപ്പിസ്റ്റ് 1e ജീവനെ പിന്തുണയ്ക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഗ്രഹങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 39 പ്രകാശവർഷം അകലെ കുംഭം രാശിയിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ട്രാപ്പിസ്റ്റ് 1eയുടെ വലിപ്പം ഏകദേശം ഭൂമിയോട് സാമ്യമുള്ളതാണ്. അതുപോലെ തന്നെ വെറും 6.1 ഭൗമദിനങ്ങൾ മാത്രമാണ് ഈ ഗ്രഹത്തിന്റെ ഒരു വർഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ടോപ്പ് 10 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ.